ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോ എന്നോടൊപ്പം സംസാരിക്കാൻ സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ ഇപ്പോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെയാണ് വെച്ചിരിക്കുന്നത്, എന്താണ് അതേക്കുറിച്ച് അഭിപ്രായം? കേരളത്തിൽ ശമ്പള കമ്മീഷനുകൾ പഠനം നടത്തിയതിന്റെ ഒരു ചരിത്രം എടുത്താൽ ഏതാണ്ട് 1 വർഷം 2 വർഷം ഒക്കെ സമയമെടുത്തിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞത്. 3 മാസത്തിനുള്ളിൽ ഒരു കമ്മീഷൻ സർവ്വതല സ്പർശിയായി എല്ലാം പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സർക്കാർ ജീവനക്കാർ മണ്ടന്മാരൊന്നുമല്ല. അപ്പോൾ ഈ ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടിയേറ്റപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ അതെല്ലാം മറികടക്കാൻ പ്രഖ്യാപനങ്ങളുമായി അത് മറികടക്കാനുള്ള നീക്കമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 15% കുടിശ്ശികയുള്ള ക്ഷാമബത്ത അതിൽ 1 ഗഡു ഇപ്പോൾ കൊടുക്കും ഈ വരുന്ന മാസം. അതിനടുത്ത മാസം മുഴുവൻ ഗഡുക്കളും കൊടുത്തു തീർക്കുമെന്നാണ് 1. 2, 3 മാസത്തിന് ശമ്പള കമ്മീഷൻ വന്ന് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങി ശമ്പളം പരിഷ്കരിക്കും. പക്ഷേ ആ ശമ്പളം പരിഷ്കരിക്കേണ്ട സമയത്ത് ഇതൊരു കാവൽ ഗവൺമെൻറ്റായി മാറും. മാർച്ച് മാസം പകുതി ആകുമ്പോഴേക്കും ഇവിടെ പെരുമാറ്റച്ചട്ടവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് ഗവൺമെൻറ് അസ്ഥിരപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിന് ധനം മാറ്റിവെച്ചിട്ടുണ്ട്, അത് വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രയും നാളെന്താ ഇത് കൊടുക്കാഞ്ഞത്? 10 വർഷമായി കഴിഞ്ഞ തവണയും ശമ്പളം പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് DA മെർജ് ചെയ്ത് DA ശമ്പളത്തിൽ ലയിപ്പിച്ച ഒരു സംവിധാനമുണ്ടാക്കി 1.38 എന്ന് പറഞ്ഞ ഒരു മാന്ത്രിക സംഖ്യയും കണ്ടുപിടിച്ച് ശമ്പളം പരിഷ്കരിച്ചു എന്ന് ഘോരഘോരം വീമ്പിളക്കി. അതിനുശേഷം ഏതാണ്ട് 6 വർഷമായി ലീവ് സറണ്ടർ കൊടുത്തിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെ പിടിച്ചു വെച്ചു. 1 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ജീവനക്കാരുടെ കവർന്നെടുത്തത്. ഇപ്പോൾ അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പാർട്ടിക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഒക്കെ അറിയാം. അങ്ങനെ ഈ ഗൃഹ സന്ദർശനവും ഗൃഹസമ്പർക്കവും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഫീഡ്ബാക്കാണ് ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലും പറഞ്ഞു ഇവിടെ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരും. അതെങ്ങനെയാണ് പ്രയോജനം ലഭിക്കും എന്നുള്ളതാണോ? ജീവനക്കാർക്ക് പെൻഷൻ ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പങ്കാളിത്ത പെൻഷൻ ഏതാണ്ട് 2 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരും അധ്യാപകരും ഉള്ളത് അവരുടെ ശമ്പളത്തിൽ നിന്ന് 10% സർക്കാരിൻ്റെ വിഹിതവും ഉണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു. ഈ ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രകടന പത്രികയിൽ 2 പ്രാവശ്യം പറഞ്ഞു. ഈ പറച്ചിലല്ലാതെ ഒന്നും നടപ്പിലാക്കിയില്ല. അത് മാത്രമല്ല, പങ്കാളിത്ത പെൻഷനിൽ അടച്ച തുക അത് ഈടുവെച്ചുകൊണ്ട് 5721 കോടി രൂപ ലോൺ എടുത്ത സർക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ ധനമന്ത്രി പറയുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാക്കും. അപ്പോൾ അവർക്ക് പ്രത്യേകം ആ പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് DR കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേന്ദ്രം DCRG കൊടുത്തിരുന്നു പങ്കാളിത്ത പെൻഷൻകാർക്ക്, ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. അത് കൊടുക്കാത്ത സർക്കാരാണ് ഈ പറയുന്നത്. ഏതെങ്കിലും സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമോ? കൂടെ കൈ കാശില്ല എന്ന് പറയുന്നു, ധനദൃഢീകരണം നടന്നു എന്ന് പറയുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന സർക്കാർ ഇങ്ങനെ ധനദൃഢീകരണം നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും 1 ലക്ഷം കോടി രൂപ കൊള്ളയടിച്ച സർക്കാരിനെ പ്രോസിക്യൂട്ട് ചെയ്യണം. സാധാരണ ജീവനക്കാരന് 750 രൂപ ശമ്പളം വാങ്ങുന്നവന്റെ 30-40% തുക അപഹരിച്ച, വർദ്ധിപ്പിക്കേണ്ട 5 വർഷവും 10 വർഷവും ആകുമ്പോൾ 2 പരിഷ്കരണത്തിലൂടെ വർദ്ധിപ്പിക്കേണ്ട തുക പോരാഞ്ഞ് അവരുടെ ശമ്പളം കൊള്ളയടിച്ച ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ആലോചിക്കണം. അപ്പോൾ ഇതെല്ലാം തട്ടിപ്പാന്നാണ്. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഈ സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി കാണിക്കട്ടെ. അപ്പോൾ ജീവനക്കാർ അതിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയെ അംഗീകരിക്കുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും. ഇതുവരെ സർക്കാർ പറഞ്ഞ ഒരു വാക്കും പാലിക്കാത്ത സർക്കാർ. ചട്ടം 300 അനുസരിച്ച് വർഷം തോറും 2 ഗഡു ക്ഷാമബത്ത കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒന്നും കൊടുത്തില്ല. കൊടുത്ത ക്ഷാമബത്തയുടെ കുടിശ്ശിക പോലും കൊടുത്തില്ല. ഒരു പ്രഖ്യാപനമല്ലാതെ ഒരു കാര്യവും അനുഭവവേദ്യമായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിവാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതെല്ലാം അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് ഇടാനുള്ള ഒരു നീക്കമാണ്. കഴിഞ്ഞ 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 2 ശമ്പള പരിഷ്കരണമാണ് കൊടുത്തത്. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കുടിശ്ശിയാക്കിയിട്ട് പോയ ശമ്പള പരിഷ്കരണം ആ ഗവൺമെന്റാണ് കൊടുത്തത്. 2014 ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും ശമ്പളം പരിഷ്കരിച്ചു. 2 ശമ്പള പരിഷ്കരണം കൊടുത്ത സർക്കാരാണ്. അപ്പോൾ അത് മുൻകാല ചരിത്രം അങ്ങനെയാണ്. എപ്പോഴും ഇലക്ഷൻ എടുക്കുമ്പോൾ അടുത്ത ഗവൺമെന്റ് തലയിൽ വെച്ച് കെട്ടി പോവുകയാണ്. കഴിഞ്ഞ തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഗവൺമെന്റ് തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായി.
അതുകൊണ്ട് ആണ് കഴിഞ്ഞ തവണ ഉള്ള കുടിശ്ശികയോ സർവീസ് വെയിറ്റേജോ ഒന്നും കൊടുക്കാതെ സർക്കാർ ജീവനക്കാരെ പറ്റിച്ചത്. ജീവനക്കാരെയും അധ്യാപകരെയും കൊള്ളയടിക്കാൻ റിസർച്ച് ചെയ്ത് വൈദഗ്ധ്യം നേടിയ ഗവൺമെന്റാണിത്. ഓക്കെ, അപ്പോ കടുത്ത വിമർശനമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ ഉന്നയിക്കുന്നത് ഇത് വെറും ഒരു തട്ടിപ്പ് ബജറ്റ് എന്നുള്ളതാണ് അവര് വിശേഷിപ്പിക്കുന്നത്. ക്യാമറാമാൻ ടി ആർ ഷാനൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.